അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഹദീദ് 20 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. പിന്നെ ഇതുവരെയുള്ള ആയത്തുകളിൽ പ്രധാനമായിട്ടും ഒരു വിശ്വാസിയുടെ സ്വഭാവങ്ങൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളോട് തന്നെയാണ് ഈ സൂറത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ വിശ്വാസിയുടെ തന്നെ കുറേ കൂടെ സമർപ്പിതമായ സ്വഭാവങ്ങൾ ആണ് ഈ സൂറത്ത് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 12 സ്വഭാവങ്ങളാണ് ഇതുവരെ പഠിച്ചത്. അറിവ്, വിശ്വാസം, അമൽ സാലിഹാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആയത്തിൽ 20-ാമത്തെ ആയത്തിൽ പിന്നെ അള്ളാഹു പിന്നെ നമുക്ക് കുറേ കൂടെ അള്ളാഹിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ നിസ്സാരതയും പരലോകത്തിൻ്റെ മഹത്വവും പറയുന്ന ആയത്തായിരുന്നു. നമുക്ക് ഓർമ്മയിലുണ്ടാവും. അതിൽ ഈ ലോകത്തിൻ്റെ സവിശേഷതയായിട്ട് ലൈബും വലഹുവ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നുവെച്ചാൽ ഈ ലോകം പിന്നെ എന്താണ് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ, അശ്രദ്ധമാക്കുന്ന കാര്യങ്ങൾ, തഫാഹുറും ബൈനക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 6 സവിശേഷതകൾ പഠിച്ചിരുന്നു. അടുത്ത ആയത്ത് 21-ാമത്തെ ആയത്ത് ഇത് കഴിഞ്ഞ ആയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് പഠിപ്പിക്കുന്നത്. അതായത് പിന്നെ ആഖിറത്തിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അതോടൊന്നിച്ച് തന്നെ ആഖിറത്തിലേക്ക് ഒരാൾക്ക് പരലോകത്തിൽ വിജയിക്കാൻ വേണ്ടി ഉണ്ടാകേണ്ടുന്ന പിന്നെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ആയത്തുകൾ നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആയത്ത് മുനാഫിക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മുനാഫിക്കുകൾ പിന്നെ സ്വഭാവമായിട്ട് പഠിച്ചത് പിന്നെ കാത്തിരിക്കുന്നു, സംശയിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു സ്വഭാവവും അതോടൊന്നിച്ച് പരലോകം എന്തുകൊണ്ട് ഈ ലോകത്തേക്കാൾ മഹത്തരമാകുന്നു എന്ന 2 വിഷയമാണ് അടുത്ത ആയത്തിൽ പഠിക്കുന്നത്. പിന്നെ 21-ാമത്തെ ആയത്ത് നോക്കിയാൽ സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. സാബിഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ സബക്ക് എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നേറലാണ്. എന്ന് വെച്ചാൽ പിന്നെ 2 പേരുണ്ടെങ്കിൽ മറ്റൊരാളേക്കാൾ പിന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമിക്കലാണ് പിന്നെ സബക്ക് എന്ന് പറഞ്ഞാൽ. സാബിഖു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഇലാ മഗ്ഫിറത്തിൻ, മഗ്ഫിറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പാപമോചനം മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്കും, വജന്ന സ്വർഗത്തിലേക്കും. ആ പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക സാബിഖു ഇലാ ജന്ന എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് മത്സരിച്ച് മുന്നേറുക എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹു ആദ്യം പറയുന്നത് പാപമോചനത്തിലേക്ക്, പിന്നെയാണ് സ്വർഗത്തിനെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. പിന്നെ ആ സ്വർഗത്തിൻ്റെ വിവരണമാണ് അള്ളാഹു പറയുന്നത്. അർളുഹ കഅർളിസ് സമാഇ വൽ അർള്. അറള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐനാണ്. അറള് എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ അർത്ഥമുള്ളൊരു പദമാണ്. ഒരു കാര്യം പ്രത്യക്ഷമാകുക എന്ന അർത്ഥമുണ്ട്. ഇവിടെ ഉപയോഗിച്ചത് വിഡ്ത്തിന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ വിഡ്ത്ത് എന്ന് പറയില്ല, വീതി, ഒന്നിൻ്റെ വിശാലത കാണിക്കുന്നതിന് അറള് എന്ന് പറയും. അർളുഹ കഅർളിസ് സമാഇ വൽ അർള്, മറ്റേത് അലിഫാണ് അർള്. ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മത്സരിച്ച് മുന്നേറുക. ഉഇദ്ദത്ത് ലില്ലദീന ആമനു, ഉഇദ്ദത്ത് ലില്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്ക് വേണ്ടി അതെന്ത് ചെയ്തിരിക്കുന്നു, സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ദാലിക ഫളുലുല്ലാ, ഇതെന്താണ്, അള്ളാഹുവിൻ്റെ ഫളുലാണ്. ഫളുല് എന്നുള്ള പദവും യഥാർത്ഥത്തിൽ ഖുർആനിൽ പിന്നെ ധാരാളമായി ഉപയോഗിച്ചൊരു പദമാണ്. പിന്നെ അത് ഈ ലോകത്തിലെ അതിൻ്റെ നേരെയുള്ള അർത്ഥം ഗുണമുള്ളത് എന്നാണ്. എന്തെങ്കിലും നമുക്ക് ഗുണമുള്ളത്, പിന്നെ നമുക്ക് ക്ഷേമമുള്ളത്, നല്ലത് എന്നൊക്കെ അർത്ഥമാണ് ഫളുല് എന്ന പദത്തിൻ്റെ അർത്ഥം. അത് ഈ ലോകത്തിലെ ഗുണത്തിനും പരലോകത്തിലെ ഗുണത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ദാലിക ഫളുലുല്ലാ, ഇതെന്താണ്, അള്ളാഹുവിൻ്റെ ഫളുലാണ്. യുഅ്തീഹി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ കൊടുക്കുന്നു. വല്ലാഹു ദുൽ ഫളുലിൽ അലീം, അള്ളാഹു മഹത്തായ ഫളുല് നൽകുന്നവനാണ്, അനുഗ്രഹത്തിന് ഉടമയാണ് എന്നാണ് ആയത്ത് പറയുന്നത്. അപ്പോൾ 2 വിഷയങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന്, പരലോകം ഇഹലോകത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നതാണ് ഒന്നാമത്തെ വിഷയം. അതാണ് അറള്, പരലോകം വിശാലമാണ് എന്ന് പഠിപ്പിക്കുന്നത്.
രണ്ടാമത് അത് നേടാൻ നമുക്ക് ഉണ്ടാവേണ്ടുന്ന മാനസികാവസ്ഥ, ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. അത് സബക്കാണ്, സാബിക്കു എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ വിഷയം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സൂറത്ത് ശ്രദ്ധിച്ചാൽ ഈ സൂറത്തിൽ അള്ളാഹു പിന്നെ നമസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹജ്ജിനെ കുറിച്ചോ റമദാനിനെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ എന്നൊന്നുമല്ല സ്വർഗത്തിൽ കിടക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. മനസ്സിൻ്റെ കുറേ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പിന്നെ കാത്തിരിക്കുന്നതിനെക്കുറിച്ച്, സംശയിച്ച് നിൽക്കുന്നതിനെക്കുറിച്ച്, ഒന്ന് മാറി നിൽക്കുന്നതിനെക്കുറിച്ച്, അശ്രദ്ധമാകുന്നതിനെക്കുറിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു കുറേ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, സാബിക്കു, മത്സരിച്ച് മുന്നേറുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷണലായിട്ട്, നമ്മൾ പലപ്പോഴും മത്സരിച്ച് മുന്നേറുക എന്ന് കേൾക്കുമ്പം ഒരു ഓപ്ഷണലായിട്ടുള്ളൊരു സ്വഭാവമല്ല, വിശ്വാസിയുടെ ശരിക്ക് അടിസ്ഥാന സ്വഭാവമായിട്ട് തന്നെ അള്ളാഹു ഗൗരവത്തിൽ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആയത്തിൻ്റെ മെസ്സേജ് പിന്നെ ഒരു ആവറേജ് ജീവിതം എന്ന് വെച്ചാൽ ഒരു 10 ഒരു ഒഴുക്കൻ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഖുർആൻ്റെ വലിയ മെസ്സേജുകളിൽ ഒന്നാണ്. 2, ഒരു കാത്തിരിപ്പ് മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകരുത് എന്ന് അള്ളാഹു നിരന്തരമായിട്ട് പഠിപ്പിക്കുന്നു. 3, എല്ലാവരെയും കൂടെ ഞാനും എന്നൊരു മാനസികാവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുക. എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഒരു സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം. അങ്ങനെ ഒരു ആവറേജ് മുസ്ലിം ജീവിതം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി പച്ചയായി പറഞ്ഞാൽ ഒരു മിനിമം നിലവാരത്തിൽ പിന്നെ ജീവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് ഖുർആൻ്റെ ഒരു അടിസ്ഥാന മെസ്സേജായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് ഈ സൂറത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ എന്ന മാനസികാവസ്ഥ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവണം. നിരന്തരം വളരാനുള്ള, നിരന്തരം വികസിക്കാനുള്ള, ഇന്നത്തെ പോലെ അല്ലാത്ത നാളെ ആകാനുള്ള, കുറവുകളെ നിരന്തരം നികത്തി പുതിയ മുസ്ലിം ആകാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സൂറ ഫാത്തിറിൽ പിന്നെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു 3 തരം മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഫമിൻഹും ലാലിമുല്ലി നഫ്സിഹി. ഒന്നാമത്തെ തരം മുസ്ലിം ലാലിമുല്ലി നഫ്സി എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിനോട് നിരന്തരമായിട്ട് എന്താണ് അന്യായം ചെയ്തവർ. മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷെ നിരന്തരം തെറ്റ് ചെയ്യുന്നവർ. രണ്ടാമതൊരു തരം മുസ്ലിം വമിൻഹും മുക്തസിദ്. മുക്തസിദ് എന്ന് പറഞ്ഞാൽ മധ്യ നിലപാടുകാരാണ്. ശരിക്കും പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ നമ്മളുടെ കൂട്ടത്തിൽ ഒരു 90%, ഒരു 70-80% ഈ നിലപാടായിരിക്കും. ഇടയ്ക്ക് തെറ്റ് ചെയ്യും, ഇടയ്ക്കൊന്ന് മുന്നേറും, ചിലപ്പോൾ ഒരു വൈകാരികമായിട്ട് മുന്നേറ്റം ഉണ്ടാവും. ഈ മധ്യ നിലപാട് മുക്തസിദ്. എന്നിട്ട് അള്ളാഹ് 3ാമതൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ അതെ നിരന്തരം നന്മയിൽ മുന്നേറുന്നവർ എന്ന് അള്ളാഹു അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ആദ്യത്തെ വിഭാഗം എന്തായാലും പരാജയപ്പെടും. രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രത്യേകം ഒന്നും ചെയ്യാതെ ഉള്ള ജീവിതമാണെങ്കിൽ സൈക്കോളജിക്കലി തന്നെ ബാക്കോട്ട് ആദ്യത്തെ വിഭാഗത്തിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ എന്നും കൂടി ഇതിൻ്റെ മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം സാബിക്കു, മത്സരിച്ച് മുന്നേറുക എന്നതിൽ നമുക്ക് ശരിക്കും എത്ര ചെയ്തു, നമ്മൾ എവിടെ നിൽക്കുന്നു, സ്വർഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രയാണ് ചെയ്തത്, എവിടെ നിൽക്കുന്നു, നമ്മളെ ലെവൽ എവിടെയാണെന്ന് അറിയാനുള്ള ഒരു മെഷർമെൻ്റ്, ഒരു മീറ്റർ ഗേജ് എന്തില്ല, നമുക്കില്ല. ആരെങ്കിലും വന്നിട്ട് നമുക്ക് പറഞ്ഞു തരില്ല നിങ്ങൾ ഇങ്ങനെ 60% എത്തിയിട്ടുണ്ട് എന്നൊരു സാധനം നമുക്കില്ല. രണ്ടാമത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഫലം കാണാനും നമുക്ക് കഴിയില്ല. നമ്മൾ പിന്നെ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ഏകദേശം ഐഡിയ വെച്ച് ഇടയ്ക്ക് വരുന്നൊരു നൈമിഷിക വികാരത്തിൽ വല്ലാതെ പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു ആവറേജ് ജീവിതത്തിൽ പോവുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ അളന്നുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അളന്നുകൊണ്ടേ ഇരിക്കുകയും നിരന്തരം മുന്നേറാനുള്ള പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അത് ചെയ്യുകയും ചെയ്യുക എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ മുന്നേറുക എന്നുള്ള സ്വഭാവം എന്ന് വെച്ചാൽ മത്സരിച്ച് മുന്നേറുക എന്നുള്ള സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന് കാണാൻ പറ്റും. കാരണം നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്, നമ്മളെന്തെങ്കിലും ആയി എന്ന് തോന്നുന്നത്, നമ്മൾ പിന്നെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് തന്നെ എന്തെങ്കിലും വാല്യൂ ഉണ്ട് നമുക്ക് തോന്നുന്നത് ഒരു 10 ആളെ കൂട്ടത്തിൽ
എല്ലാവരെയും കാളെയും മുന്നിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആവറേജ് മുന്നിലാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് മനുഷ്യന്റെ തന്നെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന് കാണാൻ പറ്റും. പക്ഷെ മനുഷ്യനത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഭൗതികമായ മാനദണ്ഡത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ സാമ്പത്തിക കാര്യത്തിൽ ഞാൻ ഇന്നയാളേക്കാൾ മുന്നിലാണ്, അല്ലെങ്കിൽ ജോലിപരമായിട്ട് ഇന്നയാളേക്കാൾ മുന്നിലാണ്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഇന്നയാളേക്കാൾ മുന്നിലാണ് എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു മനോഭാവം ഉപയോഗിക്കുന്നത്. അതിനെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹ് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു സവിശേഷത വതഫാഖുറും ബൈനക്കും, എന്താണ്, പരസ്പരം മേനി നടിക്കലും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് എന്ന് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹ് പറയുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവൻ നിരന്തരം പിന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് എന്ന് കാണിക്കാനുള്ള സ്വഭാവമാണ് എന്ന് കാണാൻ പറ്റും. ഖുർആൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മത്സര ബുദ്ധിയെ ഉപയോഗിക്കണം, നമ്മുടെ അടിസ്ഥാന സ്വഭാവത്തെ ഉപയോഗിക്കണം. പക്ഷെ അത് ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഭൗതികമായിട്ട് നമ്മൾ ഈ ഒരു ക്യാരക്ടർ ഉപയോഗിച്ചാൽ, എന്ന് വെച്ചാൽ മത്സര ബുദ്ധി ഉപയോഗിച്ചാലും ഇസ്ലാമികമായിട്ട് അത് ഉപയോഗിച്ചാലും രണ്ടിനുള്ള എഫക്റ്റ് രണ്ടാണ് എന്ന് കാണാൻ പറ്റും. ഭൗതികമായിട്ട് നമ്മൾ മത്സര ബുദ്ധി ഉപയോഗിച്ചാൽ, ഞാൻ മത്സര ബുദ്ധി ഉപയോഗിച്ചാൽ 60% 70% കേസിലും അത് എൻ്റെ അടുത്തുള്ളവനൊരു ദോഷമായിട്ടാണ് ഭവിക്കുക. ഏതോ അർത്ഥത്തിൽ നമ്മളെല്ലാ മത്സര ബുദ്ധിയും നമ്മളെല്ലാ മത്സരവും മുന്നേറാനുള്ള ശ്രമവും പലപ്പോഴും മറ്റുള്ളവരെ ബാക്കിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. മറ്റുള്ളവർക്ക് ഇല്ലാതാക്കിയിട്ട് നമുക്ക് നേടാനുള്ള ഒരു ശ്രമമായിട്ട് ഭൗതികമായിട്ടുള്ള മത്സര ബുദ്ധി ഇതാക്കാൻ സ്വാർത്ഥത നമുക്ക് വരും, ശത്രുത വരും. ഇസ്ലാമികമായ മത്സര ബുദ്ധി നമുക്ക് ഉണ്ടായുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരലോകത്തിന് വേണ്ടി മുന്നേറാൻ വേണ്ടി ശ്രമിക്കുമ്പം അത് ഗുണം ചെയ്യുക സമൂഹത്തിനും മറ്റുള്ളവർക്കുമാണ്. കാരണം പരലോകത്തിന് മുന്നേറുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുമ്പം പിന്നെ അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഞാൻ മുന്നേറേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, സമൂഹത്തിന് ഗുണം ചെയ്യുക, ഇതാണ് അള്ളാഹ് പറയുന്ന ബാക്കി കാര്യങ്ങൾ. എന്ന് വെച്ചാൽ പരലോകത്തിന് ഒരാൾ എത്ര മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നോ അത് സമൂഹത്തിനും അപരനും സന്തോഷം നൽകുന്നു എന്നുള്ളത് കാണാൻ പറ്റും. സൂറ ബഖറയിൽ ഈ കിബില മാറ്റത്തിൻ്റെ ഒരു രംഗം അള്ളാഹ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കിബില മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറേ സംസാരങ്ങളും ചിന്തകളെയും കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. സൂറ ബഖറയിൽ 148 ആയത്തിൽ ആദ്യം അള്ളാഹു അനാവശ്യമായി ഈ വിഷയത്തിൽ തർക്കിക്കുന്നവരെ വിമർശിക്കുകയാണ്. സയഖൂലു സുഫഹാ എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്ത് ചെയ്യുന്നു? ബുദ്ധിയില്ലാത്തവർ, വിഡ്ഢികൾ, മിനന്നാസി മാ വല്ലാഹും അൻ ഖിബിലത്തിഹിം, ഇങ്ങനെ കിബിലയെല്ലാം മാറ്റിയിട്ട് എന്താണ് എന്ത് ചെയ്യുന്നു? വിഡ്ഢികൾ ചോദിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് വലികുല്ലിൻ വിജ്ഹത്തും ഹുവ മുവല്ലിഹ, ഓരോ വിഭാഗക്കാർക്കും അവർക്ക് തിരിഞ്ഞു നിൽക്കാൻ ഒരു ഇടമുണ്ട്. എന്നുവെച്ചാൽ തിരിഞ്ഞു നിൽക്കാൻ ഒരു ഇടമുണ്ട് എന്നുള്ളത് വലിയ കാര്യമല്ല, അതെല്ലാം ഓരോ വിഭാഗക്കാർക്കും ഉണ്ട്, അതുണ്ട്, അതിൻ്റെ ബാക്കിൽ നിങ്ങൾ നടക്കുകയല്ല വേണ്ടത്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഫസ്തബിക്കുൽ ഖൈറാത്ത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മുസ്ലിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ദിശയെക്കുറിച്ച്, ചടങ്ങുകളെക്കുറിച്ച്, അതിനെക്കുറിച്ച് പരസ്പരം തർക്കിച്ച് അതിൽ മത്സര ബുദ്ധിയോടുകൂടി കുറേ പള്ളി ഉണ്ടാക്കുക, അവനേക്കാൾ വലിയ അങ്ങനെ ഉണ്ടല്ലോ, ആ അർത്ഥത്തിൽ മുന്നേറുന്നതിന് പകരം ഫസ്തബിക്കുൽ ഖൈറാത്ത്, നിങ്ങൾ എന്ത് ചെയ്യണം? നന്മയിൽ മുന്നേറാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൂറ മാഇദയിൽ 48 ആയത്തിൽ വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തുൻ വാഹിദ, അള്ളാഹ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? മനുഷ്യരൊക്കെ ഒന്നാക്കാമായിരുന്നു, ഒരൊറ്റ മുസ്ലിം, എല്ലാവരും മുസ്ലിങ്ങൾ ആക്കാമായിരുന്നു. വലാകില്ലി യബുലുവക്കും ഫീമാ ആതാക്കും, പക്ഷെ അള്ളാഹ് എന്തിനാണ് പല വിഭാഗങ്ങളെ, പല വ്യത്യസ്തതകൾ മനുഷ്യരിൽ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ആ വ്യത്യസ്തതകളുടെ ബാക്കിൽ ഇങ്ങനെ നടന്നിട്ട് ചുറ്റിക്കറങ്ങേണ്ടതില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്തബിക്കുൽ ഖൈറാത്ത്, എല്ലാവരേക്കാൾ നന്മ ചെയ്തിട്ട് മുന്നേറാനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ മത്സര ബുദ്ധി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നന്മ സമൂഹത്തിൽ പകർത്താനാണ് ഉപയോഗിക്കുക എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ കേവലമായ മത്സര ബുദ്ധി, ഭൗതിക മത്സര ബുദ്ധി നമ്മൾ ഒരിക്കലും വിജയിപ്പിക്കുകയുമില്ല. എന്ന് വെച്ചാൽ ഭൗതികമായിട്ട് നമുക്ക് ഭയങ്കര മത്സര ബുദ്ധി ഉള്ളത് നമുക്ക് തോന്നും നമ്മൾ വിജയിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ വിജയിക്കുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു ആയത്താണ് സൂറ അൻകബൂത്തിൽ. നമുക്കറിയാം 8 കാലിയുടെ വീടിനെ കുറിച്ച് അള്ളാഹ് പറയുന്ന ഒരു രംഗമുണ്ട്. അതിനെ തൊട്ടു മുന്നേ അള്ളാഹ് പറയുന്നത് കാറൂന വ ഫിർഔന വ ഹാമാൻ, 3 ആളെ ഉപയോഗിച്ചിട്ട് കാറൂനും ഫിർഔനും ഹാമാൻ, ഈ 3 ആൾക്കാരുടെയും ഒരു സവിശേഷത അവർ ഭൗതികമായി മത്സര ബുദ്ധി ഉപയോഗിച്ചു, ഭൗതികമായിട്ട് അവർ വിജയിച്ചിരിക്കുകയാണ്. വലഖദ് ജാഅഹും മൂസ ബിൽ ബയ്യിനാത്തി ഫസ്തക്ബറു ഫിൽ അർളി,
എന്നിട്ട് അള്ളാഹ് പറയാണ് വമാ കാനു സാബിഖീൻ, അവരെന്ത് ചെയ്തിട്ടില്ല, അവരൊരിക്കലും അള്ളാനെയോ മൂസാ നബിയെ എന്ത് ചെയ്തിട്ടില്ല, മുൻകടന്നിട്ടില്ല, മത്സരിച്ച് മുൻകടന്നിട്ടില്ല. എന്നിട്ട് അവരെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നത് മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത്, അവരുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു എട്ടുകാലിയുടെ ഉദാഹരണമാണ്. ഇത്തഖദത് ബൈത്ത, അത് ഒരു വീടുണ്ടാക്കി. ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, ഏറ്റവും ദുർബലമായ വീട് എന്ന് പറയുന്നത് എട്ടുകാലിയുടെ വീടാണ് എന്ന് പറയുന്നത് ഭൗതികമായി നമ്മൾ മത്സര ബുദ്ധി ഉണ്ടാക്കിയാൽ ഉള്ള പ്രശ്നമാണ് എന്ന് കാണാൻ പറ്റും. ഇത് ശരിക്ക് നമുക്കിത് കേൾക്കാൻ എളുപ്പമാണെങ്കിലും ഭൗതികമായി മത്സരിക്കാതെ, എന്ന് വെച്ചാൽ ഭൗതികമായ മത്സര ബുദ്ധി വേണം, പക്ഷെ അതിൻ്റെ അതിരുകൾ ആദർശം ഇസ്ലാമികമാകണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പരലോകത്തിന് മത്സര ബുദ്ധിയോടുകൂടി പിന്നെ നമ്മൾ മത്സരിക്കുന്നോ അത്രത്തോളം പലപ്പോഴും ഉണ്ടാകുക ഭൗതികമായി നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ പരലോകത്തിന് വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന മിക്ക സമയത്തും നമുക്ക് കാണാൻ കഴിയുന്ന പിന്നെ ഭൗതികമായ നഷ്ടങ്ങൾ മനുഷ്യർക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ പിന്നെ കുറേ ഉദാഹരണങ്ങൾ നമുക്കതിൽ പറയാൻ കഴിയും. ഇപ്പം ത്യാഗം എന്നുള്ളത് പരലോക മത്സര ബുദ്ധിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ത്യാഗം ചെയ്യുക, ഒരാൾക്ക് പൈസ കൊടുക്കുക. ഭൗതികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, ഭൗതികമായി നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ പറ്റും. സൂറ അഹ്കാഫിൽ പിന്നെ 11-ാമത്തെ ആയത്തിൽ നമുക്കറിയാം ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ അധികം ആൾക്കാരും ആ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു. അവരെ നോക്കിക്കൊണ്ട് അതിൽ ഉയർന്ന വിഭാഗക്കാർ പറയുന്നുണ്ട് വഖാലല്ലദീന കഫറു ലില്ലദീന ആമനു ലൗകാന ഹൈറൻ, ഈ ഇസ്ലാമിലും ഈ ദീനിലും എന്തെങ്കിലും ഹൈർ ഉണ്ടായിരുന്നെങ്കിൽ മാ സബക്കൂന ഇലൈഹി, സെയിം പദമാണ്, അവരെന്ത് ചെയ്യുമായിരുന്നില്ല, നമ്മളെക്കാൾ മുന്നേ അത് സ്വീകരിക്കുമായിരുന്നില്ല. എന്ന് വെച്ചാൽ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം ഇത് ആദ്യം സ്വീകരിക്കുന്ന അവരാണ്. എന്തെങ്കിലും ഹൈർ ഇതിലുണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ മുന്നേ എന്ത് ചെയ്യുന്നുണ്ടായില്ല, അവർ സ്വീകരിക്കൂല എന്നുള്ള ഇതിൽ പറയുന്നതിൻ്റെ ഒരു കാരണം, അതിൻ്റെ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പരലോകത്തിന് വേണ്ടി വല്ലാതെ മത്സര ബുദ്ധിയോടുകൂടി നടക്കുമ്പം അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഭൗതികമായിട്ട് ചിലപ്പോൾ നമ്മൾ വളരെ ബാക്കിലാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ബഗോവിച്ച് പിന്നെ ഇസ്ലാം രാജമാർഗം എന്ന ബുക്കിൽ പറയുന്നുണ്ട്, പിന്നെ വിശ്വാസി എന്ന് വെച്ചാൽ വിശ്വാസിയായ ഒരാൾ, മതപരമായിട്ട് ഭയങ്കര ബോധമുള്ള ആൾ, ധാർമ്മികമായിട്ട് ഭയങ്കര ബോധമുള്ള മനുഷ്യൻ പലപ്പോഴും ഭൗതികമായിട്ടുള്ള അയാളുടെ എഫക്റ്റ് ചിലപ്പം കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം അതിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഖുർആനിൽ പിന്നെ പരലോക മത്സര ബുദ്ധി ഉണ്ടാകാൻ വേണ്ട പിന്നെ 4 ഗുണങ്ങളെക്കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ. ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള, മഹത്വത്തെക്കുറിച്ചുള്ള ബോധമാണ്, അതാണ് ഖശിയത്ത്. അള്ളാഹ് വലുതാണ്, അള്ളയാണ് ഏറ്റവും വലുത് എന്ന ബോധം നിരന്തരം ഉണ്ടാകും. ഇതാണ് ഒന്ന്. 2 വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ ആഖിറത്തിനെ കുറിച്ചും അവൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും ഉറച്ച വിശ്വാസം ഉള്ളവർ. 3 വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ. ഒരു തരത്തിലും ഒരു വിഷയത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവർ. അതേപോലെ തന്നെ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലതൻ വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നിരന്തരം പടച്ചവനിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് എന്ന ഓർമ്മയും ബോധവും ഉള്ളവർ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരാണെന്ത്, അള്ളാഹിന്റെ മാർഗത്തിൽ മത്സരിച്ച് മുന്നേറുന്നവർ. വഹും ലഹാ സാബിഖൂൻ. അവരാണ് മുന്നേ എത്തുന്നവരും അവരാണ് എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് പരലോകത്തിന് വേണ്ടി മത്സരിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് പരലോകം വലുതാണ് എന്ന ഈമാനും അള്ളാഹു ആണ് വലുത് എന്ന ഈമാനും നിരന്തരമായിട്ട് അവനിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് എന്ന ബോധവുമാണ് എന്ന് കാണാൻ കഴിയും. ഇതിൽ പിന്നെ ചുറ്റുമുള്ളവർ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മത്സര ബുദ്ധിയിൽ. നമ്മളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ സുഹൃത്തുക്കളാകാൻ ഇതാക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലയം എന്ന് പറയുന്നത് നമ്മുടെ കംഫേർട്ട് സോണിലാണ് നമ്മൾ പലപ്പോഴും വെക്കുക. അത് ഗുണവുമാണ്, ഈ അർത്ഥത്തിൽ ദോഷവുമാണ്. കാരണം നമ്മളെ അതേ ലെവലിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റിലും വെക്കുക. ഈ വിഷയത്തിൽ എന്ന് വെച്ചാൽ സാബിഖു എന്ന വിഷയത്തിൽ നമ്മളെ ചുറ്റിലും നമ്മളെക്കാൾ ദീനീ വിഷയത്തിൽ
പിന്നെ ഉയർന്നു നിൽക്കുന്നവരെ കൂടെ ചേർത്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവരങ്ങനെയാണല്ലോ, നമ്മൾ അവരെ പോലെ ആകണമെന്നൊരു തോന്നൽ കൂടി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ കൂട്ടുകെട്ടിൽ അത്തരം ആൾക്കാർ കൂടി ഉണ്ടാകുക എന്നുള്ള. മറ്റേന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തി, ഒരു മിഥ്യ സംതൃപ്തി ഉണ്ടാകും. കാരണം നമ്മളെ പോലെ തന്നെയാണല്ലോ എല്ലാവരും എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പറയുന്ന ഒരു ആയത്താണ് സൂറ കഹ്ഫിൽ 28-ാമത്തെ ആയത്തിൽ. ഇത് പറയുന്നത് അസ്ഹാബുൽ കഹഫിന്റെ ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ അദാതി വൽ അശീ യുരീദൂന വജ്ഹു എന്ന് വെച്ചാൽ അള്ളാഹിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ എന്ത് ചെയ്യണം? നീ നിന്റെ മനസ്സിനെ എപ്പോഴും അടക്കി നിർത്തുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ഈ ലോകം പ്രതീക്ഷിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? അവരിൽ നിന്നും വിട്ടുമാറരുത്, അവരെ ഇഗ്നോർ ചെയ്യരുത്. വലാ തുതിഅമൻ അഗ്ഫൽനാ ഖൽബഹു. അതുപോലെ തന്നെ അശ്രദ്ധമായവരെ നീ കേൾക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകെട്ടിനെ കൂടെ അള്ളാഹ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ സാബിക്കു, മത്സരിച്ച് മുന്നേറുക എന്നുള്ളത്. ഇനി എന്തിലേക്കാണ് അള്ളാഹു മത്സരിച്ച് മുന്നേറണം എന്ന് പറയുന്നത് നോക്കുമ്പം ആദ്യം അള്ളാഹ് പറയുന്നത് ഇസ്തിഗ്ഫാറാണ്, മഗ്ഫിറത്താണ്. ഇത് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ സ്വർഗത്തിൻ്റെ മുന്നേ പരലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ, അതേപോലെ തന്നെ അള്ളാഹിൻ്റെ പ്രതിഫലം എന്താണ് എന്നതിനെ കുറിച്ച് പറയുമ്പം ഇസ്തിഗ്ഫാർ അള്ളാഹിൻ്റെ വലിയൊരു പ്രതിഫലമായിട്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇസ്തിഗ്ഫാറിനെ പാപമോചനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും, പാപത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം തെറ്റുകാരും ശരിയും എന്ന രണ്ട് വിഭാഗത്തെയാണ് നമ്മൾ ആലോചിക്കുക. എന്നുവെച്ചാൽ വലിയ തെറ്റ് ചെയ്തവർ, തെറ്റ് ചെയ്യാത്തവർ. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല തെറ്റിനെ കുറിച്ച് പറയുന്നത്. ഖുർആനിൽ അള്ളാഹ് പറയുന്നത് നമ്മൾ നിരന്തരം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. എന്നുവെച്ചാൽ ഏതോ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും അള്ളാഹുവിൽ നിന്നും തെന്നി മാറാനുള്ള സാധ്യതയുണ്ട്. വലിയ പാപങ്ങൾ മാത്രമല്ല, നമസ്കാരത്തിൽ അശ്രദ്ധ വരിക, എന്തെങ്കിലും നോട്ടം തെറ്റിപ്പോവുക, പല രീതിയിൽ അള്ളാഹുവിൽ നിന്നും തെന്നി മാറുന്നവരാണ് നമ്മൾ. നിരന്തരമായിട്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിരന്തരമായിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ് നമ്മൾ. ആ തിരിച്ചു പോകുന്നതിൻ്റെ ആദ്യ പടിയാണ് എന്ത്? ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ വലിയ പാപങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്നും പാപമോചനം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മളിൽ നടക്കേണ്ടുന്നൊരു പണിയായിട്ടാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? ഇസ്തിഗ്ഫാറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ധാരാളം പറഞ്ഞിരുന്നത് ഇസ്തിഗ്ഫാറാണ്. എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നമ്മളൊരു സ്വഭാവം അനുസരിച്ച്, മനുഷ്യന്റെ സവിശേഷത അനുസരിച്ചുകൊണ്ട് നിരന്തരം മാറേണ്ടുന്ന ഇതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹു അത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു നന്മക്കും പ്രതിഫലത്തിനും ഹിദായത്തിനും മുന്നേ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണെന്ത്? ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും ഹിദായത്ത് നൽകുന്നു എന്നതിന് മുന്നേ അവർക്ക് ഇസ്തിഗ്ഫാർ നൽകി, അവർക്ക് പുറത്തു കൊടുത്തു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ചു പോവുക എന്നതിന് മുന്നേ അള്ളാഹിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മത്സരിച്ച് ഓരോ നന്മയും ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. സൂറ ഫതഹിൽ ഹുദൈബിയ സന്ധി വിജയിച്ചു എന്നുള്ള പറയുന്ന രംഗമുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് വെച്ചാൽ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഞാൻ വിജയം നൽകി. എന്നിട്ട് അതിന് തൊട്ടുടനെ അള്ളാഹ് പറയുന്നത് ലിയഗ്ഫിറ ലകല്ലാഹു എന്നാണ്. നിങ്ങൾക്ക് പാപമോചനം നൽകാനാണ് ഞാൻ എന്ത് ചെയ്തത്? നിങ്ങൾക്ക് ആ വിജയം നൽകിയത് എന്ന് പറയുന്നതാണ്. സൂറ അഹ്സാബില് 70-ാമത്തെ ആയത്തില് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നമ്മൾ ജുമുഅക്കൊക്കെ കേൾക്കുന്ന ആയത്താണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല സംസാരങ്ങൾ സംസാരിക്കണം. അപ്പൊ എന്താ സംഭവിക്കുക? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ എന്ത് ചെയ്യും? നന്നാവും. എന്നിട്ട് എന്താ പറയുന്നത്? വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്ന് വെച്ചാൽ നമ്മൾ നല്ല സംസാരം സംസാരിക്കുമ്പം അള്ളാഹിന്റെ അടുത്തുള്ള പ്രതിഫലത്തിന്റെ ഒരു രൂപം എന്താണ്? പാപമോചനം എന്നുള്ളത്. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേയുള്ള ശുദ്ധീകരണത്തിന്, നമ്മളെല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കുന്നതിന് മുന്നേയുള്ള ശുദ്ധീകരണമായതുകൊണ്ടാണ്. അപ്പോൾ ഈ ആയത്തിന്റെ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപമോചനം എന്ന് പറയുന്നത് നമ്മൾ തെറ്റ് സംഭവിക്കുന്നവരാണ്, സ്വർഗത്തിലേക്കുള്ള വഴി അതാണ്. ഓരോ നന്മയുടെയും ആദ്യ ഫലം എന്ന് പറയുന്നത് പാപമോചനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത്, നിങ്ങൾ എവിടെ ആയിരുന്നാലും തഖ്വ ഉള്ളവരായിരിക്കുക, ഓരോ തിന്മയും നന്മ കൊണ്ട് പിന്തുടരുക, അത് തിന്മയെ മായ്ച്ചു കളയും എന്നാണ്.
അപ്പോൾ ഓരോ തിന്മയും ഒരു നന്മ ചെയ്യുമ്പം നമ്മൾ ചെയ്ത തിന്മയെ എന്ത് ചെയ്യുന്നു, അത് മായ്ച്ചു കളയുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് ജന്നത്ത്, സ്വർഗം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുക അള്ളാഹിന്റെ മഗ്ഫിറത്തിലേക്കും ജന്നത്തിലേക്കും. ഇവിടെ നമുക്കറിയാം ഖുർആൻ പല രീതിയിൽ സ്വർഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു സ്വർഗത്തിന്റെ വിശാലതയാണ് പറയുന്നത്. സ്വർഗം എത്രത്തോളം വിശാലമാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് ഈ ലോകം എത്രത്തോളം നിസ്സാരമാണ് എന്നാണ്. ഈ ലോകം എത്രത്തോളം നിസ്സാരമാണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇതില് പ്രപഞ്ചത്തിന്റെ, അർളിന്റെയും സമാഇന്റെയും, ഭൂമിയുടെയും ആകാശത്തേക്കാൾ വിശാലമായ സ്വർഗം എന്നാണ് അള്ളാഹു പറയുന്നത്. ഭൂമിയും ആകാശവും തന്നെ എത്ര വിശാലമാണ് എന്നതിനെ കുറിച്ച് തന്നെ മനുഷ്യൻ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വർഗം എത്രത്തോളം വിശാലമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എന്ന് കാണാൻ പറ്റും. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മുടെ മനസ്സിൽ വലുപ്പമുള്ളതായി തോന്നിയതിന് വേണ്ടിയിട്ട് നമുക്ക് മത്സരിച്ച് മുന്നേറാൻ കഴിയുകയുള്ളൂ. നമ്മളെ മനസ്സിൽ എപ്പം വരെ പരലോകം വലുതാകുന്നില്ലയോ അപ്പം വരെ നമുക്ക് അതിനുള്ള പ്രവർത്തനം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ അർത്ഥത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തേക്കാൾ സുന്ദരവും വലുതുമാണ് പരലോകം എന്ന് എപ്പം നമ്മളെ മനസ്സിൽ കൃത്യമാകുന്നു അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്കതിനെ ആ അർത്ഥത്തിൽ മത്സരിച്ച് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്ന് കാണാൻ പറ്റും. ഈ വിശാലത എന്ന വിഷയം അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വിശാലത എന്നുള്ള വിഷയവും യഥാർത്ഥത്തിൽ സമൃദ്ധിയാണ് കാണിക്കുന്നത്. വെച്ചാൽ ധാരാളമുള്ള ഒരു സ്ഥലം, നമ്മുടെ ഭാഷയിൽ അള്ളാഹ്ക്ക് പറയാൻ കഴിയുന്നതിൻ്റെ പിന്നെ ആ ഭാഷയുടെ എല്ലാ ചുരുക്കവും വെച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നത് സമൃദ്ധിയെക്കുറിച്ചാണ്. സ്വർഗത്തിന്റെ വിവരണത്തിൽ നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിൽ സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു വിവരിക്കുന്നുണ്ട്. അതിൽ പല വിവരണത്തിലും ഈ സമൃദ്ധിയെക്കുറിച്ച്, ധാരാളിത്തത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതിലൊന്നാണ് സൂറ വാക്കിയയിൽ 30-ാമത്തെ ആയത്ത് മുതൽ വല്ലിൻ മംദൂദ് എന്ന് പറയുന്നുണ്ട്. തണലെന്ന് പറയുന്നതല്ല, വിശാലമായ തണൽ എന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ തണൽ എന്നതല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത്, നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര വിശാലതയുള്ള തണൽ. അത് കഴിഞ്ഞിട്ട് പറയുന്നത് വമാഇ മസ്കൂബ്, വെള്ളം എന്നല്ല പറയുന്നത്, സദാ ഒഴുക്കപ്പെടുന്ന വെള്ളം. എന്നുവെച്ചാൽ വെള്ളത്തെക്കുറിച്ച്, അവിടെ ഒഴുകുന്ന വെള്ളത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നത് നിൽക്കാത്ത നിരന്തരം ഒഴുകുന്ന വെള്ളം. വഫാക്കിഹത്തിൻ കസീറ, പഴങ്ങളുണ്ട് എന്നല്ല അള്ളാഹ് പറയുന്നത്, വഫാക്കിഹത്തിൻ കസീറ, ധാരാളം പഴങ്ങളുള്ള സ്വർഗം. അതേപോലെ ലാ മക്തൂഅത്തിൻ വലാ മംനൂഅ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടാത്തതും നിലച്ചു പോവാത്തതുമായിട്ടുള്ള എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ് ഇവിടെ അറള് എന്ന് ഉപയോഗിച്ചത്. സൂറ സഅദിൽ 50-ാമത്തെ ആയത്തില് ജന്നാത്തി അദിനിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ് എന്നാണ്, കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള സ്വർഗം എന്ന് പറയുന്നുണ്ട്. കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള സ്വർഗം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു സാധനം വരും വെച്ചാൽ എല്ലാ സൈഡിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും കയറാൻ കഴിയുന്ന സ്വർഗം എന്നുള്ള ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സൂറ സുഹ്റുഫില് 71-ാമത്തെ ആയത്തില് വഫീഹാ മാ തഷ്തഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ എന്ന് പറയുന്നുണ്ട്. മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും നല്ലൊരു പ്രയോഗം പിന്നെ ഖുർആനിൽ സൂറ ഇൻസാനിൽ നമുക്ക് കാണാതെ അറിയുന്നതായിരിക്കും. ഇന്ന അഅ്തദ്നാലിൽ കാഫിരീന സലാസില വ അഗ്ലാലം വ സഗീറ എന്നുള്ള ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നരകത്തെക്കുറിച്ച് പറയുന്നത് ചങ്ങലകളും വിലങ്ങുകളുമുള്ള നരകം എന്ന് വെച്ചാൽ കുടിസിനെയാണ് പറയുന്നത്. ആ കൂടെ നമുക്ക് ചങ്ങലയൊക്കെ ഇട്ട് കുടിസ്. അതിന് നേരെ ഇപ്പുറത്തുള്ള പറയുന്നത് ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹ തഫ്ജീറ എന്നാണ്. ഒരു ഉറവയായിരിക്കും, അവർ കുടിക്കുന്നത് ഒരു ഉറവയിൽ നിന്നായിരിക്കും. അവരതിനെ ഇഷ്ടാനുസൃതം കൈവഴികളായി ഒഴുക്കിക്കൊണ്ടിരിക്കും. തഫ്ജീറ യുഫജ്ജിറൂനഹ തഫ്ജീറ, ആ വെള്ളം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവർ ഒഴുക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ ആയത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. 3 വിഷയങ്ങളാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. അത് ഒരു ആവറേജ് ജീവിതം, ഒരു മെല്ലെപ്പോക്ക് ജീവിതം എന്നത് എന്ത് ചെയ്യൂല, സ്വർഗം നമുക്ക് കിട്ടുകയില്ല. നിരന്തരം മുന്നേറുകയും നിരന്തരം പുതുക്കുകയും
നിരന്തരം നമ്മളെന്ന മുസ്ലിമിനെ പുതിയ മുസ്ലിം ആക്കുകയും ചെയ്തിട്ട് മറ്റുള്ളവരെക്കാൾ മത്സരിച്ച് മുന്നേറുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സാബിക്കു എന്നതിനെക്കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുന്നത്. രണ്ടാമത് പിന്നെ 2 പ്രതിഫലത്തെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. ഒന്ന് മഗ്ഫിറത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മഗ്ഫിറത്ത് എന്തിനെ കൊണ്ടാണ്. രണ്ടാമത് എന്താണ്, ജന്നത്തിനെ കുറിച്ചും അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മളെയൊക്കെ മത്സരിച്ച് മുന്നേറാനുള്ള ഒരു മനസ്സ് ഉള്ളവരാക്കി മാറ്റി തരുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.